സത്യം ഒരു വലിയ സിഗ്നൽ തന്നിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണാപ്പി പിന്നെ അറിയും. ഇനി സിഗ്നൽ കൊടുക്കുന്നതിനകത്ത് നീ വെളിയിലാണ്. എടാ അപ്പൊ എല്ലാരും നമുക്ക് ഇവിടെ നിന്ന് ഒഫീഷ്യലി ഇവിടെ തുടങ്ങാം. അപ്പം ഒഫീഷ്യലി ഇത് അങ്ങോട്ട് അവിടെ എടുക്കുന്നു അങ്ങോട്ട്. ഓക്കെ അപ്പം അസ്മാനെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, അതായത് കാർലോവൻ വരുന്നിടം വരെ നമ്മുടെ KVയുടെ ലീഡർ സുമതി അമ്മയായിരുന്നു. ഇതാണ് നമ്മുടെ ഇപ്പോൾ കറന്റ് ലീഡർ. അതിന്റെ പുറകെ നിൽക്കുന്ന 3 കോ-ലീഡേഴ്സ് ആണ്. ഒന്ന് ജോണി, ഞാൻ ഇതില് മെമ്പറായിട്ട്. നമുക്ക് സ്ഥാനത്തിലല്ലല്ലോ കാര്യം. അല്ല എന്നാലും അത് അങ്ങനെയല്ല. ഗോലീഡർ സ്ഥാനം ഏക്കണമെന്നാണ് നമ്മുടെ ഒരു ഇത്. ഇതിപ്പം ഗോലീഡർ അല്ലെങ്കിലും അങ്ങനെ ആണല്ലോ. ഞാൻ ഗോലീഡർ ഏക്കാം. അപ്പം സുമതി അമ്മായി നമ്മുടെ ലീഡർ, നമ്മുടെ കോ-ലീഡർ ആയിട്ടുള്ള ജോണി, ഹിറ്റ്മാൻ, ഫാൽക്കൺ. അറിയായിരിക്കുമോ? പിന്നെ നമ്മുടെ മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് വിളിക്കാം. അവര് വന്ന് പേര് പറഞ്ഞ് പരിചയം റെഡി. ഇത് ഞങ്ങളുടെ ഹിറ്റ്മാന്റെ മോനാണ്. കല്യാണം കഴിഞ്ഞ കൊച്ചുണ്ട്. ഹിറ്റ്മാന്റെ മോന്റെ പേരെന്താ? ജെയിംസ് ബോണ്ട്. അത് സൂക്ഷിച്ചൊക്കെ പെരുമാറണം. ഇതേപോലെ ഇവന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഹോക്കി എന്തോ പറഞ്ഞതിന് പിന്നെ ഞങ്ങൾക്ക് ഹോക്കിയുടെ കിട്ടുന്ന EMSന്റെ വണ്ടിയുടെ ഡിക്കുന്ന കയ്യും കാലും കെട്ടി അതിന്റെ തെറ്റേക്ക് വരും. കുസൃതിയുള്ള പയ്യനാണല്ലേ? കുറുമ്പ് ഇത്തിരി കൂടുതലാ. മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാവർക്കും താങ്ക് യു. അതേ ഉള്ളു. മക്കള് ബാക്കിലോട്ടിരുന്നല്ലേ. അടുത്ത ആള് അത് പറയണ്ടല്ലോ, അത് അറിയാലോ. അടുത്തോട്ട് വന്നു അപ്പൊ നമ്മളെല്ലാം മറ്റു പേരിൽ പരിചയപ്പെടുത്തണം കേട്ടാ. കൊട്ടവാസും ചരക്ക് അയ്യോ ലിയോ നിന്നെയൊക്കെ പരിചയപ്പെടുത്തണം. നീ ഇങ്ങനെയാണല്ലേ പറയുന്നത്? നീ പേര് അറിയാം. അടുത്ത ആള് വേടാ. നീയാ ഹലോ ഗൈസ്, എന്റെ പേര് കിച്ചൂസ്. കേറിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഹായ് കിച്ചൂസ്. ഞാൻ ചെറുതായിട്ട് പേടിച്ചെണ്ണ പഴശ്ശി നല്ല പരിചയം. ഞങ്ങള് നല്ല ഡീലിലാണ്. ഭയങ്കര അയ്യോ ഇവരെയൊക്കെ പരിചയപ്പെടുന്നതൊക്കെ എനിക്ക് ഭയങ്കര സത്യമാണല്ലേ? കക്കാശി പുതിയ മെമ്പറാ. PLD അല്ലല്ല ഞാൻ KBയിൽ കളിച്ചിട്ടുണ്ടാ. ടെക്സാസിലായിരുന്നു കാശി? ടെക്സാസിലും ഉണ്ടായിരുന്നു. ടെക്സാസിലും കളിച്ചിട്ടുണ്ട്. സത്യം. ഇത് ജബ്ബാർ പാളയം. പരിചയമുണ്ട് കൊറേ.
നമ്മള് കുതിര പിടിക്കാൻ പോയപ്പോഴൊക്കെ ഹായ് ജബ്ബാറെ, ഹായ് ഹലോ. നമ്മള് കുതിര പിടിക്കാൻ പോയിട്ടുണ്ട്. എല്ലാരുമായിട്ട് നമുക്കൊരു പരിചയം ഉണ്ട് പലയിടത്തുകളായിട്ട്. പലയിടത്തായിട്ടുണ്ട്. അതെങ്ങനെയാ വലിക്കുന്നേ? ഹായ് മൈദീനെ, ഹായ് ഹായ് ഹായ്. കാഞ്ചനമാല എവിടെ? സോറി, അവന് ആണുങ്ങളോടാ താല്പര്യം. ഓ, അപ്പൊ കണ്ണാപ്പിക്ക് സ്കോപ്പ് ഇല്ല. എന്റെ പേര് സാഗർ എലിയസ്. ഇത് പഴയ DC സാഗറാണെന്ന്. DC സാഗറാണോ? ഇറങ്ങിയതാണ് പയ്യൻ. നല്ല പരിചയം, ചെറിയ പരിചയമൊന്നുമല്ല അപ്പൊ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. ഇല്ലല്ല, ഇറ്റാച്ച് ഒന്നുമില്ല. കുഴപ്പമില്ല. എന്താടാ? ഹലോ, എന്റെ പേര് ബ്ലേസ്. ബ്ലേസ്. ഇത് CM ലുണ്ടായിരുന്നു. ഓ, CM-ലെ ബ്ലേസ് ആണ്. ഹായ് ബ്ലേസ്, ഹായ് 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 ഹായ്. ഹായ് ബ്രോ. പുള്ളപ്പയുടെ കൂട്ടുകാരൻ. കാണാം. ഹലോ, ഞാൻ ബാറ്റ്മാൻ ഫ്രം കൊതം സിറ്റി. ഇത് ഡൂഡറാണല്ലേ? ബാറ്റ്മാൻ ആണോ പേര്? അതെ അതെ. നമ്മളിതിനെ ബ്ലാക്ക് എന്ന് വിളിക്കും സ്നേഹം കൊണ്ട്. ഓ, ഹായ് ബാറ്റ്മാനെ, ഹായ് ഹായ് ഹായ്. വരും ദിവസങ്ങളിൽ നന്നായിട്ട് പരിചയപ്പെടാം. ഇവിടത്തെ ഓരോന്ന് തുടങ്ങണല്ലേ? എന്റെ പേര് ഹോക്കി. റോക്കി. എന്താ? കേട്ടില്ല. ഹോക്കി. കളിക്കില്ലേ? ഓ, ഓക്കെ ഓക്കെ. ഹായ്. ഓക്കെ ഓക്കെ. ഹായ് ഹോക്കി, ഹായ് ഹായ് ഹായ്. അയ്യോ, ഇവന്റെ അടുത്ത് എന്തെങ്കിലും വെറുതെ ഫ്രണ്ട്ലി കോൺവെർസേഷൻ ആയ ഊക്കിന്ന് വിളിച്ചെന്ന് പറഞ്ഞ് അത് ബാലാഗേനെ അറിയാം. പഴയ വല്ല കല്ലൊക്കെ കണ്ടപ്പോ പൊട്ടിച്ചോളാം. ഹായ് മാലാക. ഇപ്പൊ മടിയെടുക്കത്തില്ല. കൊച്ചി രാജാലെ ദിലീപിനെ പോലെ ആയല്ലോ. അങ്ങനെ പറഞ്ഞു. അമ്മായി തരില്ലെന്ന് പറഞ്ഞു. അവിടെ പോയി നിന്നോ മാലാക. അടുത്ത ഹായ് ഹായ് മാലാക. എനിക്കൊന്ന് പൃഥ്വി അവർക്ക് അറിയാം. നല്ല പോലെ അറിയാതിരിക്കും. ഹലോ. പൃഥ്വിരാജ് ബ്രോ, ഹലോ. സുഖല്ലേ? ഹലോ, ഹായ് ഹായ് ഹായ്. സത്യം പറ. ആ ദേഷ്യം ഇപ്പോഴും മനസ്സിലുണ്ടോ? ചെറുതായിട്ടല്ലേ? എനിക്ക് പറ്റണില്ല, സത്യമായിട്ട് എനിക്ക് പറ്റണില്ല. അയ്യോ, ഇല്ല അടുത്തൊരു സ്പാർക്ക് അല്ലേ? അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് സാഹചര്യത്തിന്റെ പ്രഷറും. അതെ. സംസാരിക്കുന്നുണ്ടോടാ? ആ, ഞാൻ സംസാരിക്കുന്നുണ്ട്, കേൾക്കുന്നില്ലേ? എനിക്ക് കിട്ടൂടാ. എന്നെ കൊണ്ട് പറ്റണില്ല. ഓക്കെ, അടുത്താണ്. മൊയിലേ മുടി മാറി. കോപ്പിറൈറ്റ് ഒഴിവാക്കുമെന്ന് ചോദിക്കാനാ. ഇവരെങ്ങനെയാ പറഞ്ഞത്? ഈ പറഞ്ഞ ഇടക്കിടക്ക് സെറ്റ് കൊച്ചി രാജാവിലെ ദിലീപിന്റെ സിറ്റുവേഷൻ. ആ സത്യം ഇതാണ് മൂത്തമ്മാവൻ, ഇത് നടുക്കത്തമ്മാവൻ, ഇത് ഒടുക്കത്തമ്മാവൻ. ആ സാധനല്ലേ?
ഇവിടെ ഫ്രണ്ടില് പരിചയപ്പെടുത്ത് ഈ നറൂട്ടോനെ പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. ഞാനറിയാം. എനിക്കറിയാം എനിക്കും അറിയാം. സുഖം പറഞ്ഞൊന്ന് കേട്ടോ ഹലോ, ആ കേക്ക് ഞാൻ താമസിയായി എത്തിയപ്പോ വണ്ടി കിട്ടിയില്ല. എന്റെ പേര് നറൂട്ടോ എന്നാണ്. ഓ ഹായ് നറോട്ടോ ഹായ്. ഹായ് ഹായ് ഹായ്. ഏത് പുതിയതാ കേവ് ഇപ്പൊ കയറിയതാണോ? പുതിയത് ഇപ്പൊ കേറി പണ്ട് പഴയ ബന്ധമാണ്. ആണ്. ഇതിനു മുമ്പ് ഏത് ഗ്യാങ് ആയിരുന്നു? ഫസ്റ്റ് ഗ്യാങ്ങിലായിരുന്നു. ഓ ഓക്കെ എന്റെ പണ്ടത്തെ സുഹൃത്താണ്. ഓഹോ ഈ ബന്ധം എന്ന് പറയുമ്പോ അമ്മുക്കുട്ടി, ഞാന്, രായന് അല്ലല്ല ആ ബന്ധമുണ്ട്. അതിന് മുന്നേ വേറെ MKRP എന്ന് പറയുന്ന സിറ്റി നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയതാണ് അല്ലേ? സരക്കണ്ണനൊക്കെ അറിയാം. സരക്കണ്ണ ഓ എനിക്കറിയാം. പിന്നെന്താ? അപ്പൊ ഹായടാ പരിചയപ്പെട്ട സന്തോഷം. ഇനി വരാത്തവരുണ്ടായിരിക്കും. ഇനിയും ഒരുപാട് നമ്മുടെ അകത്തും കുറെ പേര് വരാത്തവരുണ്ട്. കുറെ പേരുണ്ട്. നിഞ്ച അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിന്റെ അകത്ത്. കിട്ടിച്ചൻ വന്നിട്ടില്ല. ഇട്ടിച്ച് അപ്പുറത്തെ സിറ്റിയിൽ ഞാനെത്തി നിങ്ങൾ വേറെ എല്ലാം സംസാരിക്കാം. അതെനിക്കിപ്പൊ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. സത്യമായിട്ട് ഞാൻ പറയാം, അതെനിക്കിപ്പൊ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ബാക്കി ഒരുപാടുണ്ട്. നമുക്ക് ബാക്കിയുള്ളവരെ പോകെ പരിചയപ്പെടാം. ഓ അതെ അപ്പൊ നമുക്ക് നിങ്ങളുടെ ഓരോരുത്തരെ പരിചയപ്പെടാം. എന്താ പറയുന്നത്? ഓ നമ്മുടെ എല്ലാരും എന്നെ അറിയാം. ഞാൻ ലീഡറാണ് ടിവിയുടെ പരുന്തുവാസു. നിങ്ങളെയൊക്കെ പല പല സിറ്റിയിലും പലയിടത്തും ഇതിനു മുമ്പ് കേവിയൊക്കകത്തും ഒക്കെ എല്ലാരും കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ രണ്ട് കോ ലീഡേഴ്സ് വന്നിട്ടുള്ളൂ. ഇപ്പൊ സരക്ക് നമ്മുടെ ഒരു കോ ലീഡറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കോ ലീഡറാണ്. ഒരു കോ ലീഡറും ഉണ്ട്. അത് ഇപ്പൊ ഇന്നിവിടെ കാണാത്ത പോലെയാണ്. വലിയ യൂസ് ഒന്നും ഇല്ല ആളെ കൊണ്ട്. ചന്ദ്രബോസ് ആളെത്തിയിട്ടില്ല. പിന്നെ ബാക്കി ഓരോരുത്തർ മെമ്പേഴ്സ് ഓരോരുത്തരൊന്ന് പരിചയപ്പെടാ. അറിയാം വരണമില്ലെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഞാൻ ബോബോയ് അതുകൊണ്ട് കണ്ണാപ്പി കാണുമ്പോ കൂടെ കാണുമല്ലോ. ബോബോയെ അറിയാം. ഒരാളും കൂടെ ഉണ്ടല്ലോ ബോബ്. മൈൽസിനെ അതെ പ്രത്യേകിച്ച് വിളിക്കത്തൊന്നുമില്ല. അല്ല മെയിനായിട്ട് നമ്മള് ഈ കൂട്ടത്തില് നിങ്ങളുടെ അടുത്ത് കുറെ പുതിയ ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് കുറെ പേര് അറിയത്തില്ലായിരുന്നു. കുറെ പേര് പുതിയതല്ലേ ഇപ്പൊ. കുറെ പേരൊക്കെ ഗ്യാപ്പ് എടുത്തേക്കല്ലേ ഇപ്പൊ ആക്ച്വലി കറന്റ്ലി. അപ്പൊ ഇതിനകത്ത് എല്ലാവന്മാരും ഇപ്പൊ പുതിയതായിട്ട് ടിവിയിൽ വന്നെന്ന് പറയാൻ സാവേജ് ഉണ്ട്. സാവേജ് ഒന്ന് വന്നടാ. സാവേജ് ഉണ്ട്. സാമ്രാജ്യത്തിലുണ്ടായിരുന്ന സാവേജ് ആണ്. ഓ സക്കീർ സക്കീർ ഒരു വെൽക്കം സ്പീച്ച്. അല്ല നമ്മൾ ഇങ്ങോട്ട് വന്നല്ലേ. അപ്പൊ നമ്മൾക്ക് അവരെ അല്ലല്ലോ വെൽക്കം ചെയ്യട്ടെ. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറഞ്ഞേ. അപ്പോ ഞങ്ങൾ ഈ നാട്ടിലോട്ട് ഇത്രയും സ്നേഹവും ഇത്രയും കാര്യമായിട്ടും ക്ഷണിച്ചതിന് വളരെയധികം നന്ദി. 5 വാക്കുകൾ ഇനി ഞാൻ ഷോർട്ടാക്കി പിടിക്കത്തുള്ളൂ. അധികം പറയത്തില്ല. ഇനി കട്ട് ചെയ്ത് കളയുന്ന കാണാൻ വയ്യ. ഓ അപ്പൊ ഒരാളെ നമ്മൾ വിട്ടുപോയായിരുന്നു. ഗുലാൻ നമ്മുടെ ഗാർഡിയൻ എന്നുള്ളൊരു റോളിലാണ് ആക്ച്വലി ഗുലാൻ ഇപ്പൊ നിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണത് അവനും കൂടെ ആണ്. നമ്മുടെ ഇപ്പൊ പുതിയ 2 വണ്ടി നമ്മൾ കൊണ്ടുവന്നായിരുന്നു. അത് ഇവന്റെയൊക്കെ വലിയൊരു എഫേർട്ടിലാണ് അത് ഇവിടെ എത്തി. അതെ ഗാർഡിയൻസ് അല്ല, അത് കണ്ടീസ് എന്ന് പറഞ്ഞ് നമ്മളൊരു സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിലുള്ളതാണ് ബോബ്. അങ്ങനെ വേറെ 2-3 പേര് വരാനുണ്ട്. ഇനി കൊറേ പേര് വരാനുണ്ട്. കണ്ണാപ്പി ഇങ്ങനെ കൊറേ പേരുണ്ട്. അപ്പൊ പിന്നെ പുതിയതായിട്ട് വന്ന ഞങ്ങളുടെ അകത്ത് വന്ന മെമ്പേഴ്സ് ഇവരൊക്കെയാണ്. പിന്നെ സ്നൈപ്പിനെയൊക്കെ അറിയാലോ. സ്നൈപ്പ്, ഇറ്റാച്ചി, ഫ്ലഫി ഇവരൊക്കെയാണ് പിന്നെ പുതിയതായിട്ട് വന്നത്. പിന്നെ മാസിന്ന് പിന്നെ വില്ലുമോനെ വെറുതെ കിട്ടി. അങ്ങനെ കുറച്ച് പേരൊക്കെ. ഓ പപ്പടം വന്നില്ല. പപ്പടം ഇന്ന് കണ്ടില്ല അവൻ ഇപ്പൊ ഞങ്ങൾ കുറച്ച് നാളായിട്ട് മറ്റേ സിറ്റി നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ കുറച്ച് നാളായിട്ട് ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുവായിരുന്നു. അപ്പൊ നമ്മള് ആരും ലൈക്ക് ഒരു പ്രോപ്പർ ഡേറ്റ് പറയാത്തോണ്ട് എല്ലാരും കേറി തുടങ്ങിയില്ല. ഇത്
ഇവര് രണ്ടുപേരെയും ഞാൻ പരിചയപ്പെടുത്തി. ഇവിടെ നിൽക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ സിറ്റിയിലെ രണ്ട് എന്താണ് പറയാ ദൈവങ്ങളാണ്. അതെ, ദൈവങ്ങൾ. ഒന്ന് ആട്, പുള്ളിയുടെ ഇതില് ഷാജി പാപ്പൻ എന്ന് പറയും. മറ്റേത് തന്നെ പറയും. ഇവരെയൊക്കെയാണ് മറ്റേ SRR ഉണ്ടായിരുന്നൊക്കെയാണ്. വെച്ചുകൊണ്ടുണ്ട്. അങ്ങനെ അപ്പൊ പിന്നെ നമ്മളപ്പം എന്താ പറയാ, വാസമോനെ സത്യം പറഞ്ഞ സിറ്റിലോട്ട് വരുമ്പോ അന്ന് വണ്ടി പോയപ്പോ ഒരു വണ്ടി വാങ്ങി തരണം വിചാരിച്ചത്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് യാത്ര തുടങ്ങിയാലോ? നമുക്കൊരു ബസ് ഒരുമിച്ച് പോവാം. അതെ, ഏത് ബസ് വേണം? ആ കിടക്കുന്നത് പിന്നെ സാരക്കനോ, പക്ഷെ ഇന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് നമ്മുടെ കൂട്ടത്തിലെ ഒരു പുതിയൊരു പയ്യനാണ്. ഒന്ന് ഫ്രണ്ടിലോട്ട് വരണം, ഒന്ന് ഫ്രണ്ടിലോട്ട് വരണം, ഒന്ന് ഫ്രണ്ടിലോട്ട് വരണം. അതെ, ഇത് നമ്മുടെ കൂട്ടത്തിൽ വന്നൊരു പയ്യനാണ്, പുതിയൊരു പയ്യനാണ്. പേരെന്താ? അതെ, ഒരു മിനിറ്റ്. മുന്നോട്ട് വരാൻ പറഞ്ഞു. ബ്ലാക്കിനോട് മുന്നോട്ട് വരാൻ പറഞ്ഞു. JCB മറ്റേ സംഭവം രണ്ടുപേരെ തലച്ചോറ് വെളിയില്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമോ? സൂപ്പർ. പൂർത്തിയായി. എനിക്കെന്തോ പ്രശ്നം. നിനക്ക് പണ്ടേ പ്രശ്നമല്ലേ? ഈ ഡിഫൻഡർ വേണമെങ്കിൽ ഡിഫൻഡർ എടുക്കാം. നിങ്ങൾക്ക് എല്ലാ ബസ്സിൽ വരുന്നവർക്ക് ബസ്സിൽ വരാം. ബസ് നമ്മുടെ മറ്റേ ഇതടിച്ച ബസ്സിൽ പോവാം. ഗൈസ്, എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. മെയിൻ ആയിട്ട് അത് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. നമ്മള് ഒരു സെർവറിൽ കയറുമ്പം നിങ്ങൾ ഈ POV കാണാൻ വേണ്ടി അഡ്മിൻസിന്റെ അടുത്ത് പോകുമ്പോൾ ആദ്യമേ അവര് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം അവരുടെ അടുത്ത് ആത്മാർത്ഥ സ്നേഹവും ബാക്കിയുള്ള കാര്യങ്ങളും കാണിക്കാൻ. അല്ലാതെ നമ്മൾ 2 ദിവസം നമ്മൾ സ്പെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ റൈഡ് കൊടുക്കുക, അത് കൊടുക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല. അവർ പയ്യെ അവരുടേതായിട്ടുള്ള രീതിയിൽ ബിൽഡ് ചെയ്ത് വരട്ടെ. നമ്മൾ ഇത് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഇത് കിട്ടി കഴിയുമ്പം ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പം അവൻ തന്നെ വായിരിക്കുന്നത് കേട്ട് നിങ്ങൾ ഫീൽ ബാഡ് ആവും, ആകെ നിങ്ങൾ ചീത്തവിളിയാവും, പിന്നെ നമുക്കത് ഫീൽ ബാഡ് ആവും, അങ്ങനെ അടിയാവൂല. നിങ്ങൾക്ക് അഡ്മിഷന്റെ POV കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ ചീത്ത വിളിക്കാനോ അതിനൊന്നും പോകണ്ട. അവരുള്ള സമയത്ത് നേരെ പോവുക. നിങ്ങൾക്ക് ഏതൊരു POV കാണണമെങ്കിൽ കാണുക, കണ്ടിട്ട് തിരിച്ചു വരിക. നമ്മൾ പോയി അവിടെ ചീത്ത വിളിക്കാനും നല്ലത് പറയാനും ഒന്നും ഇപ്പൊ നിൽക്കണ്ട. കുറച്ച് നാൾ നമ്മൾ കളിക്കാം, എന്നിട്ട് മതി. അതാണ് നല്ലത്. അല്ലെങ്കിൽ വെറുതെ എന്നത്തെയും പോലെ എല്ലാവർക്കും നിങ്ങൾ ഓരോന്ന് പറഞ്ഞാൽ അവർക്കും ഫീൽ ബാഡ് ആവും, അവർക്ക് ഹേറ്റ് ആവും. അത് അങ്ങനെ ഇത് വരും. അതുകൊണ്ട് നമുക്കത് പയ്യെ ഗ്രാജുവലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഓ വാ ഇതിൽ കയറാം. എടാ വാ, നമുക്ക് ഇതിൽ കയറാം. ഈ വണ്ടിക്കകത്ത് കയറ. ഏറ്റവും ബാക്കിൽ അതിന്റെ മുമ്പത്തെ ഇതിന്റെ ഡോർ എവിടാ? നമ്മുടെ ട്രെയിൻ സീറ്റ് കയറിയിട്ടാ. ഇത് കയറാൻ പറ്റുന്നില്ല. ഫുള്ളായോ? ആ ഇല്ല, കേറി. ഞാൻ അകത്ത് കയറി. എടാ ഇതിനകത്ത് സ്ഥലമുണ്ട്, ഇങ്ങോട്ട് വാ. നടുക്ക് പോയി കയറാൻ പറ്റുമോ നോക്കി. പറ്റുന്നില്ല. പപ്പടം റിക്വസ്റ്റ് ഇടുന്നുണ്ട്, കേറാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത്. പപ്പടം വന്നേട്ടാ. വെജീറ്റ മൈറോൺ. അണ്ണാ, ഞാൻ ചായക്കട തുടങ്ങുക സജസ്റ്റ് ചെയ്യുന്നേയും ആനന്ദ്. എടാ, നീ തുണി വെക്കുന്നവനല്ലേ? നീ ഒരു ചായക്കട തുടങ്ങുമ്പം ഒരു ചായക്കടക്ക് ചായക്കടക്ക് പറ്റിയ ഒരു തീ പോലത്തെ പേര് കണ്ടിട്ടെ. തീ പോലെ ഇരിക്കണം, തീ പോലെ ഇരിക്കണം ചായക്കടക്ക് പറ്റിയ പേര്. തനി ടൂറിസ്റ്റ് ബസ്. സത്യം. അടുപ്പാ. സത്യം
അടുപ്പ് എന്ന് പറഞ്ഞാ അടുപ്പ്. അതാവുമ്പോ തീയുണ്ട്, എല്ലാം ഉണ്ട്. അടുപ്പ് കിട്ടില്ല. എടാ ഇതാരാ തറയിലിരിക്കുന്നേ? സ്പീഡ് വാ കേറ്. സ്പീഡ് മക്കളെ കേറാ, ഞാൻ കേറി ഇടിച്ച് കയറ്റാ നിന്നെ. എന്താ പറഞ്ഞു കേറിടിയാ തുണിക്കാരനാ. മാണ്ടി ടീ ഷോപ്പ്, അഗ്നിരാജ്, കളസം ടീ ആൻഡ് കോഫി. എന്തോരം എടാ നമ്മുടെ എല്ലാരും കേറിയില്ലേ ഇതിനകത്ത്? അതാരാ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നേ? ഫ്ലഫി മൈൽസും മടി ക്രോസാ. ബസ് അല്ലേലും എന്തൊരു ഭംഗിയല്ലേ. നമുക്ക് ഈ വലിയ വണ്ടിയില് 4 പേർക്ക് ഇരിക്കാൻ പറ്റുക. ഡിഫൻഡർ പോയാ പോരായിരുന്ന. എടാ ഇത് 4 പേർക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തുള്ളോ? എല്ലാരും എടാ അല്ലടാ, ഇതിനകത്ത് കൂടുതൽ ആൾക്കാർക്ക് കേറാടാ. അതിന്റെ ഫ്രണ്ടിൽ അതൊരു ബഗ് ഉണ്ടെന്നേ ഉള്ളൂ. ഗെയിമർ പിക്സൽ 40 വെയിറ്റിംഗ് ഫോർ യുവർ ഫ്രം കൺസൈൻമെന്റ് പയ്യൻ. എടാ വെൽക്കം ടു സ്ട്രീം. വാ എക്സലൻസി വാ, നമുക്ക് ആരംഭിക്കുക ചെയ്യണ്ടേ?